ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം പ്രസാദിക്കുന്ന ആരാധനയാണ് നമ്മൾ അർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ 4 കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം ദൈവത്തെ ആരാധിപ്പാൻ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ തുടർച്ചയായിട്ട് നടക്കുന്ന ക്ലാസ്സിൻ്റെ ആ ഒരു ഭാഗത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈ ആരാധന എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലേ. എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടുന്നത്? ദൈവം പ്രസാദിക്കുന്ന ആരാധന എങ്ങനെയാണ്? ഓരോരുത്തരും ഓരോ രീതിയിലാണ് ആരാധിപ്പിക്കുന്നവരുണ്ട്. ചിലർ വിചാരിച്ചിരിക്കുന്നത് ഒരു പാട്ട് മാത്രം പാടുന്നതാണ് ആരാധന എന്നുള്ളതൊക്കെയാണ്. അപ്പം എങ്ങനെയാണ് സത്യത്തിൽ ദൈവത്തെ ആരാധിക്കേണ്ടുന്നത്? അപ്പോൾ ദൈവവചനത്തിൻ്റെ ഇത്തരത്തിലുള്ള പഠനങ്ങൾ നമ്മളെ യഥാർത്ഥമായ ആരാധനയിലേക്ക് നയിക്കുന്നു. ഇന്ന് നമ്മൾ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ടാകേണ്ടുന്ന 4 തിരിച്ചറിവുകൾ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ അനന്തരം വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം ഞാൻ കേട്ടത്. ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. ഇതാണ് 3 കാര്യങ്ങൾ. 4-മത്തേത് അവിടുത്തെ ന്യായവിധികൾ സത്യവും നീതിയുമുള്ളത്. അപ്പം ഈ 4 കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. രക്ഷ, മഹത്വം, ശക്തി, ന്യായവിധികൾ. ഞാൻ അതിനെക്കുറിച്ച് പോകാം. രക്ഷയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം. മഹത്വത്തെ ആദരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം. 3-മത്തേത് ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം. 4-മത്തേത് ദൈവിക ന്യായവിധികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം. ഈ 4 കാര്യങ്ങൾ. ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അർത്ഥം ലഭിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ ഏറ്റവും ഒടുവിലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, വെളിപ്പാട് പുസ്തകം 17, 18 ഈ 2 അധ്യായങ്ങൾ ബ്രാക്കറ്റ് അധ്യായങ്ങളാണ്. അതായത് ബാബിലോൺ എന്ന് പറയുന്ന ആ പട്ടണത്തിൻ്റെ ന്യായവിധിയാണ്. നമ്മൾ ഏറ്റവും ഒടുവിലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഭൂമിയിലെ സാമ്പത്തിക മേഖലകളുടെ മേൽ ഉള്ള ദൈവത്തിൻ്റെ ന്യായവിധി. അതായത് മനുഷ്യന് ഉന്നതമെന്ന് കരുതിയിരിക്കുന്ന ബിസിനസ് സാമ്രാജ്യങ്ങൾ തകർന്ന് തരിപ്പണമാകുന്ന ഒരവസ്ഥ. ഇന്ന് നമ്മൾ സമൂഹത്തിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് ആ ഒരു മന്ദത കാണാനായിട്ട് പറ്റും. ഒരുപാട് പേരുടെ ജോലികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോലി മേഖലകളിലെ അസ്ഥിരതകൾ, ബിസിനസ്സുകളിലെ അസ്ഥിരതകൾ, ഇതെല്ലാം അന്ത്യകാല പ്രവചനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഭയപ്പെടാനില്ല. ദൈവത്തിൽ തികഞ്ഞ ആശ്രയത്തോടെ മുൻപോട്ട് പോവുക. ഈ ലോകത്തിലെ ഏത് വഴി നമ്മുടെയൊക്കെ മുമ്പിൽ അടയ്ക്കപ്പെട്ടാലും നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വിശ്വസ്തയോടെ, നിർമ്മലതയോടെ, നല്ല മനസ്സാക്ഷിയോടെ നമ്മൾ ദൈവത്തെ സേവിക്കുന്നവരെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കരുതൽ നമുക്കുണ്ടാകും. പക്ഷെ പണമാണ് നമ്മുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പണത്തിൽ ആശ്രയിച്ചാണ് നമ്മൾ പോകുന്നതെങ്കിൽ, ബിസിനസ്സും സമ്പത്താണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്നൊക്കെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അതെല്ലാം തകർന്ന് തരിപ്പണമാകും. ബാബിലോൺ എന്ന് പറയുന്ന ആ ഒരു പട്ടണം അത് ആക്ഷരികമായ ഒരു പട്ടണമാണോ അതോ അത് മറ്റൊരർത്ഥത്തിൽ ആലങ്കാരിക പ്രയോഗമാണോ എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചിന്തിച്ചിരുന്നു. ഞാൻ അതുകൊണ്ട് പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പം എന്തായാലും ഈ സകല വാണിജ്യ മേഖലകളിലും ഒരു പ്രയാസമുണ്ടാകും. നമുക്കറിയാം, സാമ്പത്തിക വിദഗ്ധർ തന്നെ ലോകത്തിൽ ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക. 2, ബുദ്ധിപൂർവം കരുതി സൂക്ഷ്മതയോടെ ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കി പരമാവധി വളരെ സൂക്ഷ്മതയോടെ ദൈവാശ്രയത്തോടെ മുമ്പോട്ട് പോകാം എന്നുള്ളതാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, സൂപ്പർ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ മാളുകളുടെ സംസ്കാരം, അത് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്ക് അങ്ങനെ ഒരു ആശയം കാണാനായിട്ട് പറ്റും. മാനുഷ്യദേഹം, മാനുഷ്യ പ്രാണൻ. ഈ ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം തന്നെ ഒരു അത്ഭുതങ്ങളുടെ പുസ്തകമല്ലേ. മറ്റേതെങ്കിലുമൊക്കെ ഇന്ന് പുസ്തകങ്ങളിൽ ഇങ്ങനെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അതായത് ഇപ്പം നമ്മൾ ഈ രക്തദാനം, അവയവദാനം, അവയവമാറ്റം, ഈ ഹൃദയ മാറ്റിവെക്കൽ, ഈ അവയവമാറ്റങ്ങൾ,
അപ്പം ഇതൊക്കെ മാനുഷദേഹം, മാനുഷപ്രാണൻ ഇതൊക്കെ കച്ചവടം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ മാറ്റിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അതാണ് സത്യത്തിൽ ഈ ബൈബിൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ മറ്റിതര പുസ്തകങ്ങളിൽ നിന്ന് എപ്പോഴും വേറിട്ട് നിർത്തുന്നത്. അപ്പം മനുഷ്യന് ഈ ടെക്നോളജികളെല്ലാം കൂടി വന്ന് അവന് ഇതെല്ലാം വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് വഴിമാറി നടക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ന്യായവിധി മനുഷ്യനിൽ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ 19-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഞാൻ പറഞ്ഞു 4 കാര്യങ്ങൾ മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കണം. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിൻ്റെ മഹാഘോഷം കേട്ടു. ചിലർ ചിന്തിക്കുന്നത് സ്വർഗത്തിൽ ആൾ കുറവായിരിക്കുമെന്ന്. കാരണം ദൈവവചനം അനുസരിക്കാത്തവർ എത്ര പേരാണ്, അല്ലെങ്കിൽ ഇത്രയും കർശനമായ വചനത്തിൻ്റെ പ്രമാണങ്ങളെയൊക്കെ അനുസരിച്ചുകൊണ്ട് ആർക്ക് കയറാൻ പറ്റും? പക്ഷെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഒരു ശേഷിപ്പുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അറിയുന്നില്ലെങ്കിൽ പോലും വിശ്വസ്തയോടും പരമാർത്ഥതയോടും അതീവ ജാഗ്രതയോടും കൂടെ ജീവിക്കുന്ന ധാരാളം ദൈവമക്കൾ എല്ലാ കാലഘട്ടങ്ങളിലുമുണ്ട്. അവരെല്ലാവരും കൂടെ ഒന്നിച്ച് സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ ആ പുരുഷാരത്തെക്കുറിച്ച് പറയുന്നത് സ്വർഗത്തിൽ വലിയൊരു പുരുഷാരം, മഹാഘോഷം പോലെ കേട്ടത്. ഒരു ഉച്ചത്തിലുള്ള ഒരു ശബ്ദമാണ്. ഈ ശബ്ദം ഇത്രയും ഉച്ചത്തിലാകാൻ കാരണം ഈ പുരുഷാരത്തിൻ്റെ ശബ്ദം, 2 1000-1000-ഉം 10,000-10,000-ഉമായ അസംഖ്യം ദൈവദൂതന്മാർ, 24 മൂപ്പന്മാർ, 4 ജീവികൾ. അപ്പം ഇവരുടെ എല്ലാം ശബ്ദം ഒന്നിച്ചാകുമ്പോൾ സ്വർഗത്തിൽ സൈലൻസ് അല്ല, സ്വർഗത്തിൽ ശബ്ദമാണ്. ഇപ്പം ചിലർ ചോദിക്കും, ആരാധനയും പാട്ടും പ്രാർത്ഥനയും ഒക്കെ കുറച്ച് ഉച്ചത്തിലാകുമ്പോൾ ഒക്കെ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അങ്ങനെയുള്ളവർ ഈ സ്വർഗത്തിലേക്ക് എങ്ങനെ പോകുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ സ്വർഗത്തിൽ കുറച്ചൊക്കെ ശബ്ദം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ചിലപ്പോൾ കൈയടിക്കുകയോ പാട്ട് പാടുകയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ശബ്ദം ഉച്ചത്തിലാകുമ്പോൾ വിഷമിക്കരുത്, സ്വർഗത്തിൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ബൈബിളിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ കാണുന്നത് ഹല്ലേലൂയ എന്ന് പറയുന്ന ഒരു പദം. ഈ ഹല്ലേലൂയ എന്ന് പറയുന്ന ഒരു പദം 19-ാം അധ്യായത്തിൽ നമ്മൾ 4 പ്രാവശ്യമാണ് കാണുന്നത്. പുതിയ നിയമത്തിൽ ഈ ഹല്ലേലൂയ എന്ന് പറയുന്ന ഒരു പദം, ആ ഒരു പദമായിട്ട് നമ്മൾ മറ്റെങ്ങും കാണുന്നില്ല, ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ പഴയ നിയമത്തിൽ സങ്കീർത്തന പുസ്തകത്തിലൊക്കെ ഹല്ലേലൂയയ്ക്ക് തത്തുല്യമായ പദങ്ങൾ, അല്ലെങ്കിൽ ആ പദങ്ങൾ തന്നെ മറ്റൊരർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവത്തിന് സ്തുതി, ദൈവത്തിന് മഹത്വം എന്നൊക്കെയാണ്. അപ്പം അങ്ങനെ ഒരു പദം നമുക്ക് കാണാനായിട്ട് പറ്റും. ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിന് ഉള്ളത്. അപ്പം ഞാൻ ഈ വീഡിയോയുടെ ആരംഭത്തിൽ ഞാൻ പറയുകയുണ്ടായി, 4 കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടുന്നത്. അതിലൊന്ന് രക്ഷ. എന്താണ് സത്യത്തിൽ രക്ഷ? രക്ഷ ദൈവത്തിനുള്ളത്. മാനവജാതിക്ക് രക്ഷ നൽകിയത് ദൈവം തന്നെയാണ്. നമ്മളാരുമല്ല മനുഷ്യന് രക്ഷ കൊടുക്കുന്നത്. ഒരു മനുഷ്യന് രക്ഷ കൊടുക്കാനും പറ്റില്ല. രക്ഷ ദൈവത്തിൽ നിന്നുള്ളതാണ്. നമ്മളെ രക്ഷിക്കാനും ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഒരു മനുഷ്യനോ ഒരു വ്യക്തികൾക്കോ ആർക്കും ഒരു മനുഷ്യനെയും അവൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് കഴിയാതെ ഇരിക്കുമ്പോൾ, ആമേൻ, ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നാം രക്ഷിക്കപ്പെടുവാൻ നൽകിയിരിക്കുന്ന ഏകനാമം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. അപ്പം രക്ഷ അവനുള്ളതാണ്, രക്ഷ ദൈവത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ പ്രിയരെ, സത്യത്തിൽ ഈ രക്ഷയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം ഈ രക്ഷയുടെ കാരണക്കാരൻ തന്നെ ദൈവമാണ്. തെറ്റി ഒഴിഞ്ഞ് പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് പോയ മാനവജാതിയെ രക്ഷിക്കുവാൻ സ്വപുത്രനെ തന്നെ ലോകത്തിലേക്ക് അയച്ചു എന്ന് നമുക്കറിയാം. അപ്പം ശരിക്കും രക്ഷ ദൈവത്തിൽ നിന്നുള്ളതാണ്. മനുഷ്യനുള്ള രക്ഷ സാധ്യമാക്കിയത് സൗജന്യമായ രക്ഷയ്ക്ക് വേണ്ടി തീർത്ഥയാത്രകൾ നടത്തുകയോ അതിനുവേണ്ടി പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഒരു വ്യക്തി തൻ്റെ പാപങ്ങളേറ്റു പറഞ്ഞ് യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുമ്പോൾ ആ വ്യക്തി രക്ഷിക്കപ്പെടുന്നു. ആ വ്യക്തിക്ക് സ്വർഗം സ്വന്തമായി ലഭിക്കുകയാണ്. അതിന് പണത്തിൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും സാധ്യമായ നിലയിൽ അവിടുന്ന് നമുക്ക് രക്ഷ തരുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒന്നാമത് രക്ഷയുടെ വിലയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാധിക്കണം. നമ്മൾ പലപ്പോഴും കിട്ടിയ വീടും നന്മകളും അനുഗ്രഹത്തിനൊക്കെ നന്ദി പറയും, വേണ്ട എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രക്ഷയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം. നമുക്ക് കിട്ടിയ രക്ഷയ്ക്കായിട്ട് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നവരായി തീരുക എന്നുള്ളതാണ്. അടുത്തത്, രണ്ടാമത്തേത്, ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിനുള്ളതാണ്. സീയിങ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം.
നമ്മൾ നമ്മിലേക്ക് നോക്കി പിന്നീട് ദൈവത്തിങ്കിലേക്ക് നോക്കുക. ദൂതന്മാർ ആരാധിക്കുന്ന തേജോന്മയനായ മഹോന്നതനായ ഉന്നതനായ ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് ആരാധിക്കുമ്പോഴാണ് ആ ആരാധന പൂർണ്ണമാകുന്നത്. നമ്മൾ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ തന്നെ താഴോട്ടുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് 4-ാമത്തെ വാക്യത്തിൽ 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ വീണ് അവർ നമസ്കരിക്കുകയാണ്. ഞാൻ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ക്ലാസ്സിൽ 4-5 അധ്യായങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് യഥാർത്ഥമായ ആരാധനയെക്കുറിച്ച് അന്ന് ഞാൻ പറഞ്ഞു. സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഈ മൂപ്പന്മാരൊക്കെ അവരുടെ കിരീടങ്ങളെ താഴെയിട്ടുകൊണ്ട് സിംഹാസനത്തിൽ ഇരിക്കുന്നവനെ വീണ് നമസ്കരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മഹത്വത്തെ കാണുമ്പോൾ നമ്മുടെ കിരീടങ്ങൾ, നമുക്കുള്ളത്, നമ്മുടെ സ്ഥാനങ്ങൾ, നമ്മുടെ സിംഹാസനം, നമ്മുടെ കിരീടം ഇതെല്ലാം മറന്ന് അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് വീണ് ദൈവത്തെ ആരാധിക്കുക. കുറച്ച് സമയങ്ങൾ ദൈവസന്നിധിയിൽ വീണ് കിടക്കാൻ പറ്റിയാൽ അത് നല്ലതാണ്. പക്ഷെ നമ്മുടെ ഒന്നും എനിക്ക് തോന്നുന്നു ഒരു ആരാധനാ രീതികളിൽ നമ്മളിങ്ങനെ വീട് കിടന്ന് ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വീണൊന്ന് കിടന്ന് അവിടെ വീണോ വല്ലതും നമസ്കരിച്ചാൽ അവന് വേറെ കുഴപ്പമുണ്ടെന്നൊക്കെ ആൾക്കാർ പറയും. അതുകൊണ്ട് ഏറ്റവും നല്ലത് ഒരു മുറിയിൽ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ ദൈവം മുമ്പിൽ കവിണ് വീണ് കിടന്ന് ഇച്ചിരി നേരം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ പറ്റിയ, ആരാധിക്കാൻ പറ്റിയ, അത് നമുക്ക് അനുഗ്രഹമാകും. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക. 3-ാമത്തേത് അവിടുത്തെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആരാധിക്കുക. ചില സങ്കീർത്തനങ്ങളിലൊക്കെ നമുക്കത് കാണാൻ പറ്റും. മഹത്വവും ശക്തിയും എല്ലാം ദൈവത്തിനുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കും ശക്തി നൽകിയ, നമ്മളെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന് സ്തോത്രം. സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക. ഓക്കെ, 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 1 രക്ഷ, 2 മഹത്വം, 3 ശക്തി. രക്ഷയുടെ വലിപ്പം തിരിച്ചറിഞ്ഞ് നന്ദിയോടെ ദൈവത്തെ ആരാധിക്കുക. ദൈവമഹത്വത്തെ ആദരവോടെ കാണുക. ദൈവമഹത്വത്തെ ആദരവോടെ കാണുക. 3 ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം മുമ്പാകെ ദൈവത്തെ ആരാധിക്കുക. 4-ാമത്തേത് ദൈവത്തിൻ്റെ ന്യായവിധികളെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. എന്താണ് സത്യത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധികൾ? ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഭൂമിയിലെ മഹാവേശ്യ എന്ന് പറയുന്ന ഒരു പ്രയോഗം നമുക്കവിടെ കാണാനായിട്ട് പറ്റും. അതായത് വേശ്യാവൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവേശ്യയ്ക്ക് ശിക്ഷ വിധിച്ചു. രക്തം അവളുടെ കയ്യിൽ നിന്ന് ചോദിച്ച് പ്രതികാരം ചെയ്യുന്നത് കൊണ്ട് അവിടുത്തെ ന്യായവിധികൾ സത്യവും നീതിയും ഉള്ളവ. നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ സംശയം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ദൈവമേ ഉപദ്രവം ചെയ്തിട്ട് ദൈവത്തിനെതിരെ നിന്നിട്ട് ദുഷ്ടത പ്രവർത്തിച്ചിട്ട് അവരെയൊന്നും എന്താ ദൈവം ശിക്ഷ വിധിക്കാത്തത്? ഇവിടെ ഈ ഒരു മഹാവേശ്യ എന്ന് പറയുന്ന ആളെക്കുറിച്ച് പറയുന്നത് പാപം ചെയ്തു എന്നുള്ളതല്ല, പാപം ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ബാബിലോൺ എന്ന് പറയുന്ന ഈ മഹാവേശ്യയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. പുരാതന കാലം മുതൽ, നിമ്രോദിൻ്റെ കാലം മുതൽ സമാന്തരമായി ദൈവരാജ്യത്തിനെതിരെ നിൽക്കുന്ന ഒരു ദൈവത്തിൽ നിന്ന് ജനത്തെ അകറ്റിക്കളയുന്ന ഒരു എതിർശക്തിയാണിത്. അതായത് ഇന്നും നമുക്കത് കാണാനായിട്ട് പറ്റും. തെറ്റായ ആരാധനയിലേക്ക് കൊണ്ടുപോവുക, പാപത്തിലേക്ക് ജനത്തെ കൊണ്ടുപോവുക, വിശുദ്ധന്മാരുടെ രക്തം എടുക്കുക, പ്രവാചകന്മാരെ കല്ലെറിഞ്ഞു കൊല്ലുക. അതായത് ദൈവത്തിനും ദൈവരാജ്യത്തിനും ദൈവസഭയ്ക്കുമെതിരെ എല്ലാ കാലങ്ങളിലും നിലനിന്നിരുന്ന ഒരു എതിർശക്തി. അതാണ് ഈ മഹദിയാം ബാബിലോൺ എന്ന് പറയുന്നത്. ഈ ബാബിലോണിൻ്റെ ചരിത്രം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോയിൽ അത് പറയുന്നില്ല. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അപ്പം എല്ലാ കാലഘട്ടങ്ങളിലും ദൈവഭക്തന്മാർ ദൈവത്തോട് പറഞ്ഞു, ന്യായം വിധിക്ക് ദൈവമേ, ന്യായം വിധിക്ക് ദൈവമേ, ശിക്ഷ വിധിക്ക് ദൈവമേ. എന്താ അവിടുന്ന് മിണ്ടാതെ ഇരിക്കുന്നത്? നമ്മളും അതുപോലല്ലേ? ചില കാര്യങ്ങൾ നിരന്തരമായി നമ്മൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ഉപദ്രവിക്കപ്പെടുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയും, എന്താ ദൈവമേ മിണ്ടാത്തെ? ന്യായം വിധിക്ക്, പ്രവർത്തിക്ക്. പക്ഷെ പല സമയത്തും ദൈവം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾ ചിന്തിക്കുക, എന്തേ ദൈവം പ്രവർത്തിക്കാത്തത്? പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന് ദൈവത്തിൻ്റെതായ ഒരു സമയം എല്ലാത്തിനും ഉണ്ട്. നമ്മൾ പറയുന്നത് പോലെ പെട്ടെന്ന് ദുഷ്ടന്മാരുടെ മേലും പാപികളുടെ മേലും ഒന്നും ദൈവത്തിൻ്റെ ശിക്ഷ വരില്ല. ദൈവം മടങ്ങി വരാൻ അവർക്ക് അവസരം കൊടുക്കും, വെയിറ്റ് ചെയ്യും, ദൈവം നോക്കും. സോദോം ഗോമോറയുടെ പാപം തന്നെ
സ്വർഗത്തോളം എത്തിയപ്പോഴാണ് അത് നശിപ്പിക്കാൻ പോലും ദൈവം തീരുമാനിച്ചിറങ്ങി വരുന്നത്. അല്ലാതെ അതിൻ്റെ ആരംഭകാലത്തിൽ അതിനെ ദൈവം നശിപ്പിച്ചില്ല. എത്രയോ നാളുകളായി ആ ഒരു പാപം തുടർന്നു പോകുന്നു എന്നും നമുക്കറിയത്തില്ല. അപ്പം ഇന്നും പാപപ്രവൃത്തികൾ തുടരുമ്പം ദൈവം മിണ്ടാതെ ഇരിക്കാൻ നമ്മൾ ഓർക്കും. ചിലർ ചിന്തിക്കുന്ന ദൈവം ഇല്ല എന്നുള്ളതാണ്. സത്യമല്ലേ? ദൈവം എന്ന് പറയുന്ന ഒരാളൊന്നുമില്ല. കാരണം ദൈവം ഉണ്ടായിരുന്ന ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമോ? ഇല്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ദുഷ്പ്രവർത്തികൾക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായതുകൊണ്ട് പല സമയത്തും മനുഷ്യർ ദൈവത്തെ ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പ്രിയരെ, പക്ഷെ നമ്മളിവിടെ നോക്കണം, എന്നും ദൈവം മൗനമായിരിക്കില്ല, എന്നും ദൈവം മിണ്ടാതെ ഇരിക്കുകയില്ല. ദൈവത്തിൻ്റെ ന്യായവിധികൾ അതിൻ്റെ സമയത്ത് വെളിപ്പെട്ട് വരുമെന്നുള്ള കാര്യം നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കണ്ടോ, ഏറ്റവും ഫൈനലി ദൈവത്തിൻ്റെ ജഡ്ജ്മെൻ്റ് ഉണ്ടായി. കാരണം മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന ആ ഒരു വാണിജ്യ നഗരത്തെ സമുദ്രത്തിൽ കല്ലെറിഞ്ഞു കളയുന്നത് പോലെ ദൈവം എറിഞ്ഞു കളഞ്ഞു. അതിൻ്റെ ധനവും അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രശസ്തിയും എല്ലാം ദൈവം തരിപ്പണമാക്കി കളഞ്ഞു. പ്രിയരെ, നമ്മൾ ഇന്ന് ലോകത്തിൽ ഉന്നതമെന്ന് കാണുന്നത് പലതും തരിപ്പണമാകാൻ അധികം സമയമൊന്നും വേണ്ട. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ ദൈവത്തിങ്കിലേക്ക് നോക്കാം. ദൈവത്തിൻ്റെ ന്യായവിധികളെക്കുറിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധികൾ നീതിയുള്ളതാണ്, സത്യമുള്ളതാണ്. ന്യായവിധിയുമായിട്ട് ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ മനസ്സിലാക്കി വേണം ദൈവത്തെ ആരാധിക്കാൻ. ഒന്ന്, ദൈവത്തിൻ്റെ ന്യായവിധികൾ നീതിയും സത്യവുമുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? മനുഷ്യൻ പക്ഷാഭേദങ്ങൾ കാണിച്ച്, മുഖപക്ഷം കാണിച്ച് ന്യായം വിധിക്കുമ്പോൾ ഹൃദയങ്ങളെ അറിഞ്ഞുകൊണ്ട് ന്യായം വിധിക്കുന്നവനാണ് ദൈവം. ഒന്നാമത്തേത്. 2, നീതിയോടെ ദൈവം ന്യായം വിധിക്കുന്നു. അതായത് ഓരോരുത്തരും അവൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ചാണ് ന്യായം വിധിക്കുന്നത്. 2. മൂന്നാമത്തേത്, ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ശ്രദ്ധിച്ചു മനസ്സിലാക്കണം, ന്യായവിധിയുടെ സമ്പൂർണ്ണ അധികാരം ദൈവത്തിന് മാത്രമാണ്. ദൈവത്തിന് മാത്രമാണ് ആ ന്യായവിധി. ദൈവമാണ് ആ ന്യായവിധി കർത്താവ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ രാജ്യത്തിലെ തന്നെ ഈ ന്യായവിധി സംവിധാനങ്ങൾ ഒന്നും കുറ്റമറ്റതല്ല. ഒത്തിരി കുറ്റങ്ങളുണ്ട്. പല വിധികളിലും നമുക്ക് പോലും വിയോജിപ്പുണ്ട്. സത്യവും നീതിയും ഒക്കെ ലഭ്യമാകേണ്ടുന്ന സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് ഇതൊന്നും കിട്ടാത്തതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുമുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ന്യായവിധികൾ നീതിയുള്ളതാണ്, സത്യമുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് പോലും അങ്ങനെയാണ് ന്യായവിധി. സ്വർഗത്തിലേക്ക് പോകാനില്ല, അതായത് ദൈവമക്കൾക്ക് പോലും ഒരു ന്യായവിധിയുണ്ട്. നമ്മൾ ഒരു പാനപാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. പറയുന്ന നിസാര വാക്കിന് ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ നോക്കിക്കേ, എത്ര ഗൗരവമായിട്ട് വേണം നമ്മുടെ വിശ്വാസ ജീവിതം നമ്മൾ നയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധികളെല്ലാം സത്യമുള്ളതാണ്, സത്യവും നീതിയുമുള്ളതാണ്. അപ്പം ഈ മഹദിയാം ബാബിലോണിനെ ദൈവം ന്യായം വിധിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. എന്നിട്ട് നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തുകയാണ്. നമ്മുടെ ദൈവത്തിൻ്റെ സകല ദാസന്മാരും ഭക്തന്മാരും ചെറിയവരും വലിയവരുമായുള്ളവരെ അവരെ വാഴ്ത്തുവീനെന്ന് സിംഹാസനത്തിൽ നിന്ന് ഒരു ശബ്ദം പുറപ്പെട്ടു. അപ്പം ദൈവത്തെ വാഴ്ത്തണം. ദൈവത്തെ ആരാധിക്കുന്നതിന് നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്. പ്രിയരെ, 4 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കരുതിയിരിക്കുക ദൈവത്തെ ആരാധിക്കുമ്പോൾ. 1, രക്ഷ. 2, മഹത്വം. 3, ശക്തി. 4, ന്യായവിധികൾ. അപ്പോൾ ഈ 4 കാര്യങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ, ധാരാളം കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. കുഞ്ഞാടിൻ്റെ കല്യാണം എന്താണെന്നുള്ളത് ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു.